ഇവിടെ ആൾക്കാർ പല്ലിന്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന സമയത്താണ് പലരും ഇവിടെ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ബ്ലാക്ക് മാർക്കർ വെച്ച് അവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതൊരു ട്രെൻഡായിട്ടാണ് ഇപ്പൊ കാണുന്നത്. എങ്കിൽ പഴയൊരു ഹിസ്റ്ററി ഉണ്ട് ശരിക്കും. അതായത് ഈ കേവ്മെൻ ആ ഒരു ടൈമിൽ വരെയും ബേസിക്കലി ആൾക്കാർ അവരുടെ ട്രൈബിനെയും അവരുടെ ക്ലാൻസിനെയും ഒക്കെ വേർതിരിച്ച് അറിയാനും അവര് ടൂത്ത് മ്യൂട്ടിലേഷൻസ് ചെയ്യുമായിരുന്നു. അതായത് പല്ല് പറിക്കുക, അല്ലെങ്കിൽ പല്ല് രാഗി കളയുക, പല്ലിന്റെ ഷേപ്പ് മാറ്റുക, സോ ദാറ്റ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന ആള് ഇന്ന ക്ലാനിൽ നിന്നാണ്. പക്ഷെ ഇതിലിപ്പോ കാണുന്നത് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ ആരെങ്കിലും സ്വതവേ ചെറിയ ഗ്യാപ്പ് അവരുടെ പല്ലുകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്യൂട്ടായിട്ട് കാണുന്നതുകൊണ്ടോ മറ്റോ മിക്കവാറും ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. ചിലപ്പം മാർക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യും, സോ ദാറ്റ് ദേ മൈറ്റ് ഫീൽ ദാറ്റ് ഇറ്റ് ലുക്സ് ഗുഡ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഗി കളഞ്ഞാലും പൊട്ടിച്ചു കളഞ്ഞാലും ഒക്കെ ഈ ട്രെൻഡ് ഉണ്ടാക്കിയ ആൾക്കാർ അത് നോർമലായിട്ട് അവരുടെ ആ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്തതിലേക്ക് നോർമലായിട്ട് വന്നാലും ചിലപ്പോൾ ഇത് ട്രിം ചെയ്ത് കളഞ്ഞ ആൾക്കാർക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പല്ല് ട്രിം ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ സെൻസിറ്റിവിറ്റി വരാനും പെയിൻ വരാനും നമ്മുടെ സ്പീച്ചിൽ ഓൾട്ടറേഷൻസ് വരാനും ചിലപ്പോൾ ഒക്കെ ആ പല്ലിന്റെ പൾപ്പിലേക്ക് വരെ അതിന്റെ ഡിസ്റ്റർബൻസുകൾ വന്നിട്ട് പിന്നീട് അത് പറിച്ചു കളയോ അല്ലെങ്കിൽ റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ട അവസ്ഥയോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം.